Dear students, welcome to English class. Quest for a theory of everything. Part 2, plus 1 class, the second part. And in the first part, we could see who is Stephen Hawking, the prodigy of mathematics and physics, the supernova of physics, and a person who fought against fate and achieved everything that he decided. തീരുമാനിച്ചുറച്ച കാര്യങ്ങൾ പടപൊരുതി നേടിയ വ്യക്തിത്വം, covering all the limitations. Yes, the second part. By the time he was 8, അദ്ദേഹത്തിന് 8 വയസ്സായപ്പോൾ, he was thinking seriously about becoming a scientist. Yes. Even in the childhood, he was thinking about becoming a scientist. കുട്ടിക്കാലം മുതൽക്കേ ആ ബാലമനസ്സിൽ ശാസ്ത്രജ്ഞനാകാനുള്ള ഒരു വ്യഗ്രത. ഫ്രാങ്ക് ഹാക്കിംഗ്, that is his father, encouraged his son to follow him into medicine. അച്ഛൻ പറഞ്ഞു, മെഡിസിൻ, to be a doctor, ഡോക്ടറാകാമെന്ന്. But Stephen found biology too impressive. But the little boy, 8-year-old boy, Stephen, he was not at all interested in biology. Impressive. He said it hasn't any clarity. അത് സുതാര്യതയില്ലാത്തൊരു വിഷയമാണെന്നാണ് അവന് തോന്നിയത്. ക്ലാരിറ്റി ഇല്ല എന്ന്. നോ ഫിക്സഡ് പെർഫെക്ഷൻ. വെട്ടിമുറിച്ചതുപോലുള്ള, മുറിച്ചെടുത്തതുപോലുള്ള, 1+1=2 എന്ന് വ്യക്തമായി പറയുന്നത് പോലുള്ള ഒരു ക്ലാരിറ്റി ഇല്ല എന്ന്. ആൻഡ് ചേഞ്ചസ് ഒക്കേഷനലി. ഇടയ്ക്കിടയ്ക്ക് മാറ്റം വരുന്നൊരു ശാസ്ത്രമാണ് അതെന്ന്. But Stephen found biology too impressive. Precise അല്ല, imprecise. ഇതെങ്ങനെ പഠിച്ചാൽ മതി, കണ്ടോ? Not at all precise. That is, imperfect, we can say. He wanted a subject in which he could look for exact answers and get to the root of things. തനിക്കൊരു വിഷയം പഠിക്കണം, കൃത്യതയാർന്ന്, അടിമുതൽ മുടി വരെ, ഫ്രം ഫുട്ട് ടു ഹെഡ്, ഫ്രം ബോട്ടം ടു ടോപ്പ്, പെർഫെക്റ്റ് ആൻഡ് പ്രിസൈസ്. ദാറ്റ്സ് ഹി ചൂസ് മാത്സ് ആൻഡ് ഫിസിക്സ്. അതാണ് അദ്ദേഹം ഗണിതത്തിലേക്കും ഊർജതന്ത്രത്തിലേക്കും നീങ്ങാനുള്ള കാരണം. നെസ്പെര. യങ് സ്റ്റീഫൻ വാസ് നോ പ്രൊഡിജി. While he was a student, he was not a prodigy at all, as Einstein, as Mahatmaji. ഈ പ്രതിഭകളൊന്നും തന്നെ കുട്ടിക്കാലത്ത് പ്രതിഭകളായിരുന്നില്ല. ഈ മഹാന്മാരൊന്നും തന്നെ കുട്ടിക്കാലത്ത് പ്രതിഭകളായിരുന്നില്ല. But there was something hidden in their mind and brain. So, Stephen Hawking, he was not a prodigy while he was a student.
prodigy, pratibha. Means genius. Not a genius. He was just an ordinary English school boy. ഒരു സാധാരണ സ്കൂൾ കുട്ടി. സ്ലോ ഇൻ ലേണിംഗ്, പഠനത്തിൽ സാവധാനം മാത്രം കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ആൾ. ടു റീഡ്, മെല്ലെ മെല്ലെ മാത്രമേ വായിച്ചെടുക്കുള്ളൂ. ഹിസ് ഹാൻഡ് റൈറ്റിംഗ്, ഇനി കയ്യക്ഷരമാണെങ്കിലോ ദ ഡെസ്പെയർ ഓഫ് ഹിസ് ടീച്ചേഴ്സ്, അധ്യാപകർക്ക് പോലും തലവേദനയാണ്, നിരാശ തോന്നുന്ന ഹാൻഡ് റൈറ്റിംഗ്. സോ തിങ്ക് അബൌട്ട് സച്ച് എ ചൈൽഡ്, very slow in reading, very poor in writing. Slow in reading and poor in writing. വായനയിലും മോശം, എഴുത്തിലും മോശം. While he was a student. And what would be the condition of the teachers or the attitude of the teachers towards him? He was ranked no more than halfway up in his class. റാങ്ക് നോക്കുകയാണെങ്കിലോ, ഇന്നത്തെ റാങ്ക് നോക്കുകയാണെങ്കിൽ ശാസ്ത്രലോകത്തിൽ ഏറ്റവും ഔന്നത്യത്തിൽ നിൽക്കുന്നു, അറ്റ് ദ ടോപ്പ് ഫസ്റ്റ്. പക്ഷെ കുട്ടിക്കാലത്ത്, പഠനകാലത്തോ പകുതി പോലും എത്തില്ല. സപ്പോസ് ദർ മേ ബി 40 സ്റ്റുഡൻസ് ഇൻ ദ ക്ലാസ് ഓർ 50 സ്റ്റുഡൻസ് ഇൻ ദ ക്ലാസ്, ബിലോ 20 ഓർ ബിലോ 25, പകുതിയിലേക്കും താഴെ. കോമൺ, ടു ബി കൺസിഡേർഡ് ആസ് കോമൺ. And he was ranked no more than halfway up in his class, though he now says in his own defense. അദ്ദേഹം പറയുന്നു, ഇറ്റ് വാസ് എ വെരി ബ്രൈറ്റ് ക്ലാസ്. അല്ല, നല്ല ക്ലാസ്സായിരുന്നു, പക്ഷെ ഞാനങ്ങനെയാണ്. നെക്സ്റ്റ് പാര. At 14, Stephen knew that he would pursue means follow or continue mathematics. 14 വയസ്സ് മുതലേക്കാണ് സ്റ്റീഫൻ ഗണിതത്തിലേക്ക് തിരിയുന്നത്, ആൻഡ് ഫിസിക്സ്, ഊർജതന്ത്രത്തിലേക്ക് തിരിയുന്നത്. ഹിസ് ഫാദർ കാൾഡ് ദിസ് ഇംപ്രാക്ടിക്കൽ. ആൻഡ് സച്ച് എ ബോയ് who is very poor in reading, who is very poor in writing and only language, he seems to be backward. അതാരും മനസ്സിലാക്കിയിട്ടില്ല. ഭാഷാ കാര്യങ്ങളിൽ മാത്രമാണ് അവൻ പിറകിൽ. പക്ഷെ അവൻ്റെ ഗണിതമോ, അവൻ്റെ ശാസ്ത്രമോ, അവൻ്റെ മനസ്സോ, അവൻ്റെ ബുദ്ധിയോ മറ്റുള്ളവർ മനസ്സിലാക്കാൻ ശ്രമിച്ചില്ല. സോ വെൻ ഹി ബിക്കെയിം സംവാട്ട് ഗ്രോൺ അപ്പ്, അതുകൊണ്ട് ഏകദേശം ഒരു മുതിർന്ന കുട്ടിയെപ്പോൾ, when he was 14 years old, his father called this ഇംപ്രാക്ടിക്കൽ. അന്ന് ഈ ഗണിതത്തിലേക്ക്, ഈ ശാസ്ത്രത്തിലേക്ക് തിരിഞ്ഞ പുത്രനെ അപ്രായോഗികമെന്നാണ് അച്ഛൻ വിശേഷിപ്പിച്ചത്. ഫോർ ദർ വർ നോ ജോബ്സ് ഇൻ മാത്തമാറ്റിക്സ് എക്സെപ്റ്റ് ടീച്ചിങ്. മറ്റൊരു കാര്യമുണ്ടതിൽ. സപ്പോസ് ഹി സ്റ്റഡീസ് മെഡിസിൻ, he can be a doctor, he can get a profession easily. But at that time, during 1950s and 1960s, 1950-കളിൽ ഗണിതം പഠിച്ചിട്ട് എന്ത് ജോലി നേടാനാണ്? can be a teacher, but he is physically weak. ഇനി അതിന് പോകണമെങ്കിൽ തന്നെ ആരോഗ്യം അനുവദിക്കില്ല. സോ ഹി സെഡ് ഇംപ്രാക്ടിക്, അപ്രായോഗികം എന്ന് പറഞ്ഞു, പ്രാക്ടിക്കൽ അല്ല എന്ന് പറഞ്ഞു. ഫോർ ദർ വർ നോ ജോബ്സ്, ഒന്ന് ഗണിതത്തിൽ ജോലിയില്ല, എക്സെപ്റ്റ് ടീച്ചിങ്. മോറോവർ ഹി വാണ്ടഡ് ഹിസ് സൺ ടു അറ്റൻഡ് ഹിസ് ഓൺ കോളേജ് ആൻഡ് ഓക്സ്ഫോർഡ് ഓഫേർഡ് നോ മാത്തമാറ്റിക്സ്. ഇനി മാത്രമല്ല, അവർ ചേരാൻ ഉദ്ദേശിക്കുന്ന കോളേജിൽ, തൊട്ടടുത്തുള്ള ഓക്സ്ഫോർഡ്, അവിടെ ഗണിതമില്ല. ആ കോളേജിൽ ഗണിതം പഠിപ്പിക്കുന്നില്ല. ഹി ഹാസ് ടു ഗോ സംവെയർ എൽസ്, മറ്റെവിടെയെങ്കിലും പോയി പഠിക്കണം. അതും ശരീരം അനുവദിക്കില്ല. ഹി ഫോളോഡ് ഹിസ് ഫാദേഴ്സ് അഡ്വൈസ് ആൻഡ് സ്റ്റഡീഡ് കെമിസ്ട്രി. അതുകൊണ്ട് ഗണിതം ഉപേക്ഷിച്ച് അവൻ രസതന്ത്രം പഠിച്ചു, അച്ഛൻ്റെ നിർദ്ദേശപ്രകാരം. ഫിസിക്സ്, കെമിസ്ട്രി ആൻഡ് ഫിസിക്സ്,
and only a little mathematics. And we know that when we learn or study physics or chemistry as main subjects, mathematics is only a part of it, a sub-paper, a subordinate paper. അതൊരു മാത്സ് മെയിൻ അല്ല അവിടെ. ഫിസിക്സ് മെയിൻ ആകുമ്പോൾ, കെമിസ്ട്രി മെയിൻ ആകുമ്പോൾ മാത്സ് സബോർഡിനേറ്റ് സബ്ജക്റ്റാണ്. അതൊരു രണ്ടാം സെക്കൻഡറി സബ്ജക്റ്റാണ്. അതുകൊണ്ട് അവന് കുറച്ച് ഗണിതമേ കിട്ടിയുള്ളൂ. His father called this impractical, for there were no jobs in mathematics except ഒഴികെ teaching. Moreover, അതിലുപരി he wanted his son to attend his own college, and Oxford offered no mathematics. അവിടെ ഓക്സ്ഫോർഡിൽ മാത്തമാറ്റിക്സ് ഇല്ല. He followed his father's advice. എന്നാലും അവൻ അച്ഛൻ്റെ ഉപദേശം അനുസരിച്ചു. He studied chemistry and physics and only a little mathematics. In preparation for the entrance into Oxford, and he was preparing for to be entered in Oxford, he did well in physics and the interview was brilliantly accepted. And as a physics student for graduation, he wrote the entrance examination and appeared the interview, and it was brilliantly faced. വളരെ ബ്രില്യൻ്റ് ആയിട്ട് തന്നെ അവൻ ആ പരീക്ഷയും ഇൻ്റർവ്യൂ ഒക്കെ നേരിട്ടു. In 1959, നോക്കൂ, he was born in 1942. Now he is 17 years old. 1959, at the age of 17, Hawking went to Oxford to study natural science. അവിടെ അല്പം തകരാറ് വന്നു. നേച്ചുറൽ സയൻസ് എന്ന് പറഞ്ഞാൽ ബയോളജിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, ബോട്ടണിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, സുവോളജിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ്. ആൻഡ് ടു സ്പെഷ്യലൈസ് ഇൻ ഫിസിക്സ്. ബട്ട് അന്ന് ഈ വിഷയം പഠിച്ചുകൊണ്ട് മാത്രമേ ഫിസിക്സ് സ്പെഷ്യലൈസ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ബേസിക്കലി ഈ ശാസ്ത്രങ്ങളൊക്കെ പഠിച്ചു. ഈ ജോയിൻ യൂണിവേഴ്സിറ്റി കോളേജ്, അദ്ദേഹം യൂണിവേഴ്സിറ്റി കോളേജിൽ ചേർന്നു. ഹിസ് ഫാദേഴ്സ് കോളേജ്, അച്ഛൻ അവിടെയാണ് പഠിപ്പിക്കുന്നത്. ആൻഡ് ദി ഓൾഡസ്റ്റ് അറ്റ് ഓക്സ്ഫോർഡ്, ഫൗണ്ടഡ് ഇൻ 1249, 1249 സ്ഥാപിക്കപ്പെട്ട ദ ഓൾഡസ്റ്റ് കോളേജ് ഓഫ് ലണ്ടൻ. ഹി ജോയിൻഡ് ദർ. അവിടെയാണ് അവൻ ചേർന്നത്. നെസ്പെര nevertheless, എന്നിരുന്നാലും for about a year and a half, ഒരു 1.5 വർഷക്കാലം, ഹാക്കിംഗ് വാസ് ലോൺലി ആൻഡ് ബോർഡ്. അവൻ ഒറ്റയ്ക്കായിരുന്നു. അവൻ വിരസത അനുഭവപ്പെട്ടു. ഹി വാസ് നോട്ട് ഇൻസ്പയർഡ് ടു റിലീവ് ഹിസ് ബോർഡം ബൈ എക്സേർട്ടിങ് ഹിംസെൽഫ് അക്കാഡമിക്കലി. എന്നാൽ അക്കാഡമിക്സ്, മിയർ അക്കാഡമിക്സ് was not a suitable thing to this young Stephen. ഈ 17-18 വയസ്സുകാരന് കേവല പഠനം, ബുക്ക് പഠനം മാത്രം പോരായിരുന്നു. ബട്ട് halfway through his second year he began enjoying Oxford. എന്നാലും spending there 1.5 year, very bored, highly bored and lonely, ഒറ്റയ്ക്ക് വിരസനായി. ബട്ട് എന്തുകൊണ്ടാണ്? he can't go out, he can't mingle with others. No, പറ്റില്ല. So he was alone, nobody to help him, nobody to company with. But slowly he began to enjoy the classes of that college. Nespera. He became popular and well accepted among his peers, among his friends. പിന്നീട് സഹപാഠികൾക്കിടയിൽ അയാൾ ഏറെ സ്വീകാര്യനായി. മാത്രമല്ല പോപ്പുലറായി മാറാൻ തുടങ്ങി. They remember him as lively, buoyant and adaptable. And in that weak body there was a strong mind.
In that weak body, there was a very strong mind. ആ അവശ ശരീരത്തിൽ ശക്തമായൊരു മനസ്സുണ്ടായിരുന്നു. ഹിസ് ഫ്രണ്ട്സ് റിയലൈസ്ഡ് ഇറ്റ്. ദാറ്റ് എനർജി, ദാറ്റ് ബോയൻസ്, ദാറ്റ് ലൈറ്റ്, ആ പ്രകാശം, ദാറ്റ് എനർജി, ആ ഊർജം, ദാറ്റ് ബോയൻസ്, ആ പ്രഭ, ആക്ടിവിറ്റി ചെയ്യാനുള്ള പ്രവർത്തനക്ഷമത, അതൊക്കെ മറ്റുള്ളവർക്ക് മനസ്സിലായി. ഹീ വോർ ഹിസ് ഹെയർ ലോങ്. നീണ്ട മുടി, മുടി മുറിക്കൊന്നുമില്ല. വാസ് ഫേമസ് ഫോർ ഹിസ് വിറ്റ്. അപ്പം അക്കാലത്തെ ഒരു രീതിയായിരുന്നു ബുദ്ധിജീവികൾ, ഇൻ്റലക്ച്വൽ പീപ്പിൾ മുടി നീട്ടി വളർത്തുന്നത്. ഇന്നും പലരെയും കാണാം. അൺലൈക്ഡ് ക്ലാസിക്കൽ മ്യൂസിക്. ഇതുമാത്രമല്ല, സംഗീതത്തിലും തൽപരൻ. ആൻഡ് സയൻസ്, ശാസ്ത്രത്തിൽ. ഫിക്ഷൻ മീൻസ് ഇമാജിനറി സ്റ്റോറീസ്, അതിലും തൽപരൻ. ആൻഡ് ടുക്ക് പാർട്ട് ഇൻ സ്പോർട്സ്. കണ്ടോ, ഈ കുട്ടിയാണ്, അവന് പറ്റുന്ന മേ ബി ചെസ് ഓർ ലൈക്ക് ദാറ്റ് തിങ്സ്, അതിലും പങ്കെടുക്കും. യെസ്. Nespera. However, at the end of the third year, yes, 3 years passed. Hawking almost floundered. He was just confused. വർഷം ഒന്ന് കടന്നുപോയി, വർഷങ്ങൾ 3 കടന്നുപോയി. പക്ഷെ അവസാനം ഒരു തരം കൺഫ്യൂഷനാണ്. വാട്ട് ടു ഡു, വാട്ട് ടു കണ്ടിന്യൂ, എന്താണ് ചെയ്യുക. ഹീ ഈസ് എലക്റ്റഡ് തിയററ്റിക്കൽ ഫിസിക്സ്. അങ്ങനെയാണ് ഉപരിപഠനത്തിന് അദ്ദേഹം ശാസ്ത്രം, പ്രത്യേകിച്ചും ഊർജതന്ത്രശാസ്ത്രം തിരഞ്ഞെടുത്തത്. അതിൻ്റെ സൈദ്ധാന്തികത, അതാണ് തിയററ്റിക്കൽ ഫിസിക്സ് ആസ് ഹിസ് സ്പെഷ്യാലിറ്റി, തൻ്റെ പ്രത്യേക വിഷയമായിട്ട്. ഹി ഹാഡ് ദെൻ അപ്ലൈഡ് ടു ഡു എ PhD. പിന്നീട് ഡിഗ്രി, അതിനുശേഷം ഓക്സ്ഫോർഡിലൊക്കെ ആയതുകൊണ്ട് അത്തരം കേംബ്രിഡ്ജ് സർവകലാശാലയിലൊക്കെ ബിരുദാനന്തര ബിരുദമല്ല, നേരിട്ട് പിന്നീട് PhDക്കാണ് അറ്റ് കേംബ്രിഡ്ജ്. ബിക്കോസ് ആ ഡിഗ്രി ഓണേഴ്സ് ബിരുദമാണ്, ഈക്വൽ ടു PG. അപ്പം കേംബ്രിഡ്ജ് സർവകലാശാല. ആൻഡ് വാസ് ആക്സെപ്റ്റഡ് ടു on condition that he got a first from Oxford. അങ്ങനെ ഓക്സ്ഫോർഡിൽ നിന്ന് ഫസ്റ്റ് ആയാൽ നോക്കൂ. when he was an 8-year-old boy student, what was his condition? Poor in reading, poor in writing, and the student was actually a burden to the classroom. Such a boy, the hidden intellectual power, the hidden prodigy, ആ ഒളിപ്പിച്ചു വയ്ക്കപ്പെട്ടിരുന്ന പ്രതിഭ, ആ ദിഷണ ഇതാ പുറത്തു വരികയാണ്. ഇപ്പോഴവൻ ഡിഗ്രി ക്ലാസ്സിൽ, അവൻ ഒന്നാമനായാൽ ഓണേഴ്സിൽ, അവന് PhDക്ക് ചേരാം. ഹോക്കിംഗ് വാസ് കോൺഫിഡൻറ്റ് ദാറ്റ് ഹീ കുഡ് ഗെറ്റ് ത്രൂ സക്സസ്ഫുള്ളി. അവൻ ആത്മവിശ്വാസമുണ്ട്, തീർച്ചയായിട്ടും ആ സ്ഥാനം, അവൻ ഒന്നാം സ്ഥാനം നേടുമെന്ന്. ബട്ട് ആസ് ദ എക്സാമിനേഷൻ ഡേ അപ്രോച്ച്ഡ് ഹിസ് കോൺഫിഡൻസ് ഫെയിൽഡ്. പക്ഷേ എഗെയിൻ ഫെയ്റ്റ്, വീണ്ടും വിധി. നോക്കൂ, അവന് കോൺഫിഡൻസ് നഷ്ടപ്പെട്ടു, അസുഖം പിടിച്ചു. ഹോക്കിംഗ് ended up disastrously on the borderline between a first and a second. And he was sure that he would win with the first class, with the first place, ഒന്നാം സ്ഥാനത്ത്. And he was moving towards it. But unexpectedly, അപ്രതീക്ഷിതമായിട്ട്, he felt despaired and he felt depressed, and he stopped it there at the end. Then the Nespera. Faced with a borderline result, the examiners summoned Hawking for an interview. But as the examination day approached,
പക്ഷേ പരീക്ഷ ദിവസമായപ്പോഴേക്കും ഹിസ് കോൺഫിഡൻസ് ഫെയിൽഡ്. അവൻ്റെ ആത്മവിശ്വാസം തകർന്നു. ഹോക്കിംഗ് എൻഡഡ് അപ്പ് ഡിസാസ്ട്രസ്ലി ഓൺ ദ ബോർഡർ ലൈൻ. അവൻ പരീക്ഷ എഴുതി അവസാനിപ്പിച്ചത്, റിസൾട്ട് പ്രഖ്യാപിക്കപ്പെട്ടത് ഒരു 2ാം ക്ലാസ്സിൻ്റെ അവസാനം, 1ാം ക്ലാസ്സിൻ്റെ തുടക്കം. ഇതാണ് 50% and above, not 60% of that period. ഇത് വലിയ പ്രശ്നമായി. എന്നാലും നെസ്പെര ഫേസ്ഡ് വിത്ത് എ ബോർഡർ ലൈൻ റിസൾട്ട്. ഇങ്ങനെ ബോർഡർ ലൈൻ റിസൾട്ട് ആണെങ്കിലും എക്സാമിനർമാർ ഇവനെ പറ്റി അറിയാം അവർക്ക്. ദേ സമ്മൺഡ് ഹിം. അവർ അദ്ദേഹത്തെ വിളിപ്പിച്ചു. ഹാക്കിം ഫോർ എൻ ഇൻ്റർവ്യൂ and questioned him about his plans. Stephen, what are your plans? Say, tell us. പറയൂ, ഞങ്ങളോട് പറയൂ, എന്താണ് നിൻ്റെ പരിപാടികൾ? They asked. In spite of the tenseness of the situation, വളരെ ഗുരുതരാവസ്ഥയിലാണ്. അവന് അഡ്മിഷൻ കിട്ടാൻ സാധ്യതയില്ല. ആ ടെൻഷനസിലാണ്. അതൊക്കെ ഉണ്ടായിരുന്നിട്ടും എന്താണ് നമ്മുടെ ഹോക്കിങ്ങിൻ്റെ മറുപടി? ഹോക്കിംഗ് മാനേജ്ഡ് ടു കം അപ്പ് വിത്ത് ദി കൈൻഡ് ഓഫ് റിമാർക്ക് ഫോർ വിച്ച് ഹി വാസ് ഫേമസ് എമംഗ് ഹിസ് ഫ്രണ്ട്സ്. വാട്ട് എവർ ദ പ്രോബ്ലം കംസ് ഇൻ ഫ്രണ്ട് ഓഫ് ഹിം, ഹി വിൽ ഫേസ് ഇറ്റ് വിത്ത് എ സ്മൈൽ. പ്രശ്നം എന്തുമാകട്ടെ, പ്രതിവിധി അദ്ദേഹം തന്നെ കണ്ടെത്തും. ഇൻ ഹിസ് മൈൻഡ് ദർ ഇസ് ദ എനർജി that will reflect on his face. Hawkins മറുപടി പറഞ്ഞു, if I get a first, I shall go to Cambridge. Sir, എനിക്ക് ഫസ്റ്റ് ക്ലാസ് കിട്ടിയാൽ, ഫസ്റ്റ് ക്ലാസ് ആണെങ്കിൽ ഞാൻ കാംബ്രിഡ്ജിലേക്ക് പോകും. ഇഫ് ഐ റിസീവ് എ സെക്കൻഡ്, എനിക്ക് സെക്കൻഡ് ക്ലാസ് ആണെങ്കിൽ ഐ വിൽ റിമെയിൻ അറ്റ് ഓക്സ്ഫോർഡ്. ഞാൻ ഇവിടെ തന്നെ നിൽക്കും. സോ ഐ എക്സ്പെക്ട് ദാറ്റ് യു വിൽ ഗിവ് മീ എ ഫസ്റ്റ്. അടുത്ത് അങ്ങോട്ട് പറയാണ്. അപ്പം പരീക്ഷ കഴിഞ്ഞു, മാർക്ക് നിൽക്കുന്നത് അങ്ങനെയാണ്. ഇനി വൈവ എന്ന് പറയുന്ന ചോദ്യോത്തര വേളയിൽ ഇൻ്റർവ്യൂ ആണ്. സർ, നിങ്ങളെനിക്ക് ഫസ്റ്റ് നൽകിയാൽ ഞാൻ കാംബ്രിഡ്ജിലേക്ക് പോകും. നിങ്ങളെനിക്ക് സെക്കൻഡ് തരികയാണെങ്കിൽ ഞാൻ ഇവിടെ തന്നെ നിൽക്കേണ്ടി വരും. ഞാൻ കരുതുന്നു നിങ്ങളെനിക്ക് ഫസ്റ്റ് നൽകുമെന്ന്. ഹി ഗോട്ട് ഹിസ് ഫസ്റ്റ് ആൻഡ് ഹി വെൻറ്റ് ടു കാംബ്രിഡ്ജ്. അങ്ങനെയാണ് through that interview, through that vivavos എന്നാണ് അതിന് പറയുന്നത്. ആ അഭിമുഖത്തിലൂടെയാണ്, ആ അഭിമുഖ സംഭാഷണത്തിലൂടെയാണ് ഹിസ് കറേജ്, ഹിസ് കോൺഫിഡൻസ്, ഹിസ് പേഴ്സണാലിറ്റി, ഹിസ് ഇൻഡിവിജ്വലിറ്റി that they could realize, and they gave him a first. അവർ ആ പരീക്ഷയിൽ അദ്ദേഹത്തിന് 1ാം സ്ഥാനം തന്നെ നൽകി. That means ഫസ്റ്റ് ക്ലാസ് തന്നെ നൽകി. Yes, they showed his way to higher studies. Thank you. Let us wind up this class here. Then will be continued in the next class.